ഒരു ഇയറിൽ ഡിവിഡൻ്റ് ആയിട്ട് കൊടുക്കണം, അതേപോലെ തന്നെ എത്ര എമൗണ്ട് റീറ്റെയിൻ ചെയ്ത് വെക്കണം, ഇതിനെ പറ്റിയുള്ള ഒരു ഡിസിഷനാണ് എന്ത് ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം പ്രോഫിറ്റിൻ്റെ എൻറ്റയർ പ്രോഫിറ്റൊന്നും ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കില്ല, അതിൽ റിസർവ്സ് ക്രിയേറ്റ് ചെയ്യാനുണ്ട് അല്ലേ. അപ്പോൾ മറ്റു പല ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് പ്രോഫിറ്റ് അലോക്കേറ്റ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ എത്രത്തോളം അലോക്കേറ്റ് ചെയ്ത് വെക്കണം, എത്രത്തോളം ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻ്റ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, ഈ ഒരു ഡിസിഷനാണ് ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് കമ്പനിയെ സംബന്ധിച്ച് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഡിസിഷനാണ്. കാരണം ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റ് തന്നെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഷെയർ ഹോൾഡേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യിക്കുക എന്നുള്ളതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് അല്ലേ. അറ്റ് ദ സെയിം ടൈം കമ്പനിയുടെ ഫിനാൻഷ്യൽ സൗണ്ട്നെസ്സിനെ അഫക്റ്റ് ചെയ്യാനും പാടില്ല. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഏരിയയും ബാലൻസ് ചെയ്ത് പോകുന്ന രീതിയിൽ വേണം കമ്പനിക്ക് ഒരു ഫിനാൻഷ്യൽ ദാറ്റ് മീൻസ് ഡിവിഡൻഡ് ഡിസിഷൻ എടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ അതാണ്. അപ്പോൾ ഒരു കമ്പനിയിൽ ഈ ഡിവിഡൻഡ് ഡിസിഷനെ അഫക്റ്റ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. ആ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് ഏർണിങ്സ്. അതായത് നമുക്കറിയാം ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റിൻ്റെ ഒരു പോർഷനാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ കമ്പനിയുടെ ഏർണിങ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവിടെ പേ ചെയ്യുന്ന ഡിവിഡൻഡ് എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ ഡിവിഡൻസ് കറണ്ട് പ്രോഫിറ്റിൽ നിന്നും പാസ്റ്റ് ഏർണിങ്സിൽ നിന്നും കമ്പനിക്ക് ഷെയർ ഹോൾഡേഴ്സിന് പേ ചെയ്യാം. അപ്പോൾ ആ ഏർണിങ്സ് എങ്ങനെയാണോ അതനുസരിച്ചായിരിക്കും എത്ര പെർസെൻറ്റേജ് ആണ് അല്ലെങ്കിൽ എത്ര എമൗണ്ട് ആണ് ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത്. മറ്റൊരു ഫാക്ടർ എന്ന് പറയുന്നത് സ്റ്റെബിലിറ്റി ഇൻ ഏർണിങ്സ്. അതായത് ചില കമ്പനീസിന് കണ്ടിന്യൂസ്ലി ഒരു പർട്ടിക്കുലർ റേഞ്ചിൽ തന്നെയാണ് ഏർണിങ്സ് വരുന്നത്. അങ്ങനെയുള്ളൊരു കമ്പനിക്ക്, അതായത് പ്രോഫിറ്റബിളായിട്ട് ഇയർ ആഫ്റ്റർ ഇയർ റൺ ചെയ്യുന്ന ഒരു കമ്പനിക്ക് തീർച്ചയായിട്ടും ബെറ്റർ ഡിവിഡൻസ് കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ അവിടെ ചിലപ്പോൾ ബെറ്റർ ഡിവിഡൻഡ് കൊടുക്കാനായിട്ട് സാധിക്കില്ല. ഈ സ്റ്റേബിൾ അല്ലാത്ത ഏർണിങ്സ് ആണെന്നുണ്ടെങ്കിൽ, അൺസ്റ്റേബിൾ ഏർണിങ്സ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സ്മോളർ ഡിവിഡൻഡ് ആയിരിക്കും ഷെയർ ഹോൾഡേഴ്സിന് പേ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഏർണിങ്സിൻ്റെ സ്റ്റെബിലിറ്റി ഈസ് ആൻ അനദർ ഫാക്ടർ വിച്ച് ഡിറ്റർമിൻസ് ദ ഡിവിഡൻഡ് ഡിസിഷൻ. അനദർ ഫാക്ടർ എന്ന് പറയുന്നത് സ്റ്റെബിലിറ്റി ഓഫ് ഡിവിഡൻഡ്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമലി കമ്പനീസ് ഡിവിഡൻഡ് സ്റ്റേബിൾ ആക്കാനാണ് ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ ചെറിയ ചെറിയ ചേഞ്ചസ് കമ്പനിയുടെ ഏർണിങ്സിൽ വന്നാലും പലപ്പോഴും ഒരു സ്റ്റേബിൾ ഡിവിഡൻഡ് ആയിരിക്കും കമ്പനി പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, കറണ്ട് ഇയറിലെ ഏർണിങ്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തായിരിക്കില്ല കമ്പനി എന്ത് ചെയ്യുക ഡിവിഡൻഡ് കൊടുക്കുന്നത്. പാസ്റ്റ് ഇയേഴ്സിലെ ഏർണിങ്സിനെ, റിട്ടേൺ ഏർണിങ്സിനെയൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും കമ്പനി ഡിവിഡൻഡ് കൊടുക്കുന്നത്. അങ്ങനെ ഒരു സ്റ്റേബിൾ മാനറിലാണ് ഡിവിഡൻഡ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഡിവിഡൻഡ് ഡിസിഷനെ അഫക്റ്റ് ചെയ്യും. നെക്സ്റ്റ് ഫാക്ടർ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ്. ഗ്രോത്ത് അല്ലേ, ഏതൊരു കമ്പനിയും ഡിസേർവ് ചെയ്യുന്ന ഒന്നാണ് ഗ്രോത്ത് എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതൽ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള കമ്പനീസാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് കൂടുതൽ റിട്ടേൺഡ് ഏർണിങ്സ് കീപ്പ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ ഷെയർ ഹോൾഡേഴ്സിന് സ്മോളർ ഡിവിഡൻഡ് ആയിരിക്കും ഇങ്ങനെയുള്ള കമ്പനീസിന് കൊടുക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ നോൺ ഗ്രോത്ത് കമ്പനീസിനെക്കാളും കുറച്ച് കുറഞ്ഞ രീതിയിൽ ചിലപ്പോൾ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് മുന്നിൽ കണ്ടു നിൽക്കുന്ന കമ്പനീസിന് ഡിവിഡൻഡ് കൊടുക്കേണ്ട സിറ്റുവേഷൻ വരുന്നുണ്ട്. അനദർ ഫാക്ടർ ക്യാഷ് ഫ്ലോ പൊസിഷൻ. അതായത് നമുക്കറിയാം കമ്പനി ഡിവിഡൻഡ് പേ ചെയ്യുമ്പോൾ ക്യാഷ് ഔട്ട്ഫ്ലോ ആണ് വരുന്നത് അല്ലേ. അപ്പോൾ ഇത്രയും ഔട്ട്ഫ്ലോ വരുമ്പോൾ അവിടെ ക്യാഷിൻ്റെ അവൈലബിലിറ്റി കുറഞ്ഞു പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ അവൈലബിലിറ്റി ഓഫ് ഇനഫ് ക്യാഷ് ഇസ് നെസറി ഫോർ പേയ്മെൻറ്റ് ഓർ ഡിക്ലറേഷൻ ഓഫ് ഡിവിഡൻഡ്. ഇപ്പോൾ ക്യാഷ് പേ ചെയ്യാൻ അവൈലബിൾ ആയിരിക്കണം. ഇപ്പോൾ ക്യാഷ് ഫ്ലോ പൊസിഷൻ ഈസ് ഓൾസോ അനദർ ഫാക്ടർ വിച്ച് ഡിറ്റർമിൻസ് ഡിവിഡൻഡ് ഡിസിഷൻ. നെക്സ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സ് പ്രിഫറൻസസ്. അപ്പോൾ ഈ ഷെയർ ഹോൾഡേഴ്സ് പ്രിഫറൻസസിൽ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാനേജ്മെൻറ്റ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഒപ്പീനിയൻ കൂടെ കൺസിഡർ ചെയ്യും. ചില ഷെയർ ഹോൾഡേഴ്സിന് കമ്പനിയുടെ പ്രസൻറ്റ് സിറ്റുവേഷനുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ അതിന് വിൽഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വില്ലിംഗ് ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവും. അപ്പോൾ അവരുടെ ആ ഒരു ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ട് കമ്പനിക്ക് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെ പ്രിഫറൻസസ് എന്താണോ, അവരുടെ ഒപ്പീനിയൻ എന്താണോ അതും കൂടെ കൺസിഡർ ചെയ്തിട്ട് കമ്പനിക്ക് ഡിവിഡൻഡ് ഡിസിഷൻ ചെയ്യാം.
അനദർ ഫാക്ടർ എന്ന് പറയുന്നത് ടാക്സേഷൻ പോളിസിയാണ്. അപ്പോൾ ടാക്സേഷൻ പോളിസിയെ പറ്റി പറയുമ്പോൾ ഡിവിഡൻഡിന് പേ ചെയ്യുന്ന ടാക്സ് കൂടുതലാണെങ്കിൽ അപ്പോൾ കമ്പനിക്ക് സേഫ് എന്തായിരിക്കും, കുറച്ച് ഡിവിഡൻഡ് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ടാക്സ് റേറ്റ് കൂടുതലാണെങ്കിൽ ലെസ് ഡിവിഡൻസ്, ടാക്സ് റേറ്റ് കുറവാണെങ്കിൽ ഹയർ ഡിവിഡൻസ് ഡിക്ലെയർ ചെയ്യാം. ഓക്കെ, സോ ദിസ് ഈസ് ബിക്കോസ് ആസ് പെർ ദ കറണ്ട് ടാക്സേഷൻ പോളിസി എ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ് ഈസ് ലെവിഡ് ഓൺ കമ്പനീസ്. അപ്പോൾ ഈ ടാക്സേഷൻ പോളിസി എന്ന് പറയുന്നത് എപ്പോഴും സ്റ്റേബിൾ അല്ല, അത് ചേഞ്ചിങ് ആണ്, അത് നമുക്കറിയാം അല്ലേ. അപ്പോൾ അതിനനുസരിച്ചിട്ട് കമ്പനി എന്ത് ചെയ്യുക, ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാം, അതാണ് ഇവിടെ പറയുന്നത്. അടുത്ത ഫാക്ടർ എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് റിയാക്ഷൻ. അപ്പോൾ ഇവിടെ ജനറലി ഡിവിഡൻഡ് എൻകറേജ് ചെയ്യുന്നു അല്ലെങ്കിൽ ഹൈ ഡിവിഡൻഡ് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ അതൊരു പോസിറ്റീവ് ചേഞ്ചാണ് കൊണ്ടുവരിക. ഓക്കെ, അപ്പോൾ കാരണം ഇൻവെസ്റ്റേഴ്സൊക്കെ കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയിരിക്കും ഹൈ ഡിവിഡൻഡ് കൊടുക്കുന്ന കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. പക്ഷേ നേരെ തിരിച്ച് ഡിക്രീസ് ആണെന്നുണ്ടെങ്കിൽ, ഡിവിഡൻഡ് ഡിക്രീസിങ് റേറ്റിലാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും സ്റ്റോക്ക് മാർക്കറ്റിൽ. ഓക്കെ, അപ്പോൾ ഇതും കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം, അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇത് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, ഒരു കമ്പനിയുടെ ഡിവിഡൻഡ് ഡിസിഷൻ സ്റ്റോക്ക് മാർക്കറ്റിൽ എന്ത് ഇമ്പാക്റ്റ് കൊണ്ടുവരും എന്നുള്ള ഒരു സ്റ്റഡി, അതിനെ ബേസ് ചെയ്തിട്ടും കൂടെ വേണം കമ്പനി ഡിവിഡൻഡ് ഡിസിഷൻ എടുക്കുവാനായിട്ട്. അനദർ ഫാക്ടർ ആക്സസ് ടു ക്യാപിറ്റൽ മാർക്കറ്റ്. അപ്പോൾ നോർമലി ലാർജ് ആൻഡ് റെപ്യൂട്ടഡ് കമ്പനീസിനൊക്കെ ക്യാപിറ്റൽ മാർക്കറ്റിൽ നല്ലൊരു പൊസിഷനുള്ള കമ്പനീസിന് അവർക്ക് ഈ റീറ്റെയിൻഡ് ഏർണിങ്സിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നില്ല പലപ്പോഴും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഡിവിഡൻഡ് ഡിസിഷനിൽ പറയുന്നുണ്ട് എത്രത്തോളം റീറ്റെയിൻ ചെയ്യണം, എത്രത്തോളം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം അല്ലേ. ഓക്കെ, അപ്പോൾ ആ റീറ്റെയിൻഡ് ഏർണിങ്സ് എന്നുള്ള ആ ഒരു പ്രോബ്ലം ഇങ്ങനെയുള്ള റെപ്യൂട്ടഡ് അല്ലെങ്കിൽ ലാർജ് കമ്പനീസിന് വരുന്നില്ല. അതുകൊണ്ട് അവർക്ക് അതൊരു വലിയ ഇഷ്യൂ അല്ലാത്തത് കൊണ്ട് തന്നെ മാക്സിമം ഡിവിഡൻഡ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റിൽ എത്രത്തോളം റോൾ ഉണ്ട് എന്നുള്ളത് അനദർ ഫാക്ടറാണ് ഡിവിഡൻഡ് ഡിസിഷനെ അഫക്റ്റ് ചെയ്യുന്നത്. മറ്റൊന്നെന്ന് പറയുന്നത് നമ്മുടെ ലീഗൽ കോൺസ്ട്രെയിൻസ് ആണ്. അതായത് ഇപ്പോൾ കമ്പനീസ് ആക്ട് അല്ലേ, കമ്പനീസ് ആക്ട് അനുസരിച്ചിട്ടാണ് നമുക്കറിയാം ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ് ആൻഡ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ കമ്പനീസ് ആക്റ്റിൽ റെസ്ട്രിക്ഷൻസ് പറയുന്നുണ്ട്, ഡിവിഡൻറ്റിന് റെസ്ട്രിക്ഷൻസ് പറയുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് മാത്രമേ ഒരു കമ്പനിക്ക് ഡിവിഡൻറ്റ് ഡിക്ലെയർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ലീഗലായിട്ടുള്ള കാര്യങ്ങളും കൂടെ ഇങ്ങനെയുള്ള ഗൈഡ് ലൈൻസും പോളിസീസും കൂടെ അഡോപ്റ്റ് ചെയ്തിട്ട് വേണം കമ്പനിക്ക് ഒരു ഡിവിഡൻറ്റ് ഡിസിഷൻ സെലക്ട് ചെയ്യാനായിട്ട്. അനദർ ഫാക്ടർ കോൺട്രാക്ച്വൽ കൺസ്ട്രെയിൻസ്. അതായത് ഇവിടെ കമ്പനി ബാങ്കേഴ്സുമായിട്ട് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ട് ലോൺ കോൺട്രാക്ട്സ് ഉണ്ടെങ്കിൽ അവിടെ ചിലപ്പോൾ ഡിവിഡൻഡ് പേയ്മെൻറ്റ് റെസ്ട്രിക്ഷൻസ് വരാം. ഓക്കെ, കാരണം ഈ ലോൺ റീപേയ്മെൻറ്റിനെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ അവർക്ക് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യണം എന്നുള്ളൊരു സിറ്റുവേഷൻ അവിടെ വന്നിട്ടുണ്ടാവും ചിലപ്പോൾ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഓരോ കോൺട്രാക്ച്വൽ കൺസ്ട്രെയിൻസും കൂടെ കമ്പനിക്ക് കൺസിഡർ ചെയ്യേണ്ടി വരും. കാരണം ടേംസ് ഓഫ് എഗ്രിമെൻറ്റ്, ദ ഡിവിഡൻഡ് പേ ഔട്ട് ഡിസ് നോട്ട് വയലേറ്റ് ദ ടേംസ് ഓഫ് ലോൺ എഗ്രിമെൻറ്റ് ഇൻ ദിസ് റിഗാർഡ്. ഓക്കെ, ഇപ്പോൾ ലോൺ എഗ്രിമെൻറ്റിലെ ടേംസ് ആൻഡ് കണ്ടീഷൻസിനെ വയലേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരിക്കലും കമ്പനീസിന് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഡിവിഡൻഡിനെ അഫക്റ്റ് ചെയ്യുന്ന, ഡിവിഡൻഡ് ഡിസിഷനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ സ്റ്റുഡൻസ്, അപ്പോൾ നിങ്ങൾക്ക് ഈ ടോപ്പിക്ക് മനസ്സിലായെന്ന് കരുതുന്നു. മറ്റൊരു ടോപ്പിക്കുമായി മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. കണ്ടിന്യൂ ലേണിംഗ്. ബൈ.